Hi friends, everyone Lal Brothers Mainlake Swaga. But number in never knock on the plus 2 mathematics. Then kind chapter part 1 at Tarno, continuity and differentiability on the chapter part 2. Okay, kind partly formulas on in the chapter main topic discuss. Okay, so okay, notes okay, what video note comment box number WhatsApp okay, first formulas use instance use okay, first function of a function rule function of a function rule. Okay, function of a function ennu paranjal eda onnumilla oru function agathe vera oru function vannal engane nammal derivative edukkum nokam oru question nokka ivide nokkam suppose eda y equal to sin 11x plus 3 kondu plus 3 ഇവന്റെ ഡെറിവേറ്റീവ് ആണ് എടുക്കേണ്ടതെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണ് ഡിഫറൻഷിയേറ്റ് ഇവന്റെ ഡെറിവേറ്റീവ് എടുക്കാൻ പോണേ with respect to x. Question, find the derivative of the following. Y equal to sin 11x plus 3 യുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ആരാടാ എന്ന് പറഞ്ഞാൽ ആരെ കണ്ടുപിടിക്കണം dy by dx. ഒന്നുമില്ല sin എന്ന് പറയുന്ന ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ അകത്ത് വേറെ ആൾജിബ്രൈക് ഫംഗ്ഷൻ ഉണ്ട് ആരാണ് 11x plus 3. നിങ്ങൾ ചെയ്യേണ്ടത് വെളിയിലുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആദ്യം എടുക്കും. എടാ സൈനിന്റെ ഡെറിവേറ്റീവ് ആര് cos sin x ന്റെ ഡെറിവേറ്റീവ് ആരാ cos x. അപ്പോൾ sin 11x plus 3 യുടെ ഡെറിവേറ്റീവ് ആരാ cos 11x plus 3. തീർന്നോ കഴിഞ്ഞോ കഴിഞ്ഞില്ല കാരണം ഇപ്പോ നിങ്ങൾ ഈ sin എന്ന് പറഞ്ഞ ആളുടെ ഡെറിവേറ്റീവ് മാത്രമേ ഉള്ളൂ sin x ന്റെ ഡെറിവേറ്റീവ് cos x ആണെങ്കിൽ sin 11x plus 3 യുടെ cos 11x plus 3 into അകത്തുള്ള ഫംഗ്ഷൻ function of a function അകത്തുള്ള ഫംഗ്ഷൻ ആടാ 11x plus 3 11x plus 3 ഡെറിവേറ്റീവ് ആരാ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലേ പഠിപ്പിച്ചു ഇവിടെ x ന്റെ ഡെറിവേറ്റീവ് with respect to x 1 ആണ് അപ്പോൾ 11x ന്റെ ഡെറിവേറ്റീവ് 11 plus 3 be a constant x ന്റെ ടേം ഇല്ലാത്തതെല്ലാം കോൺസ്റ്റന്റ് അപ്പോൾ അവരുടെ ഡെറിവേറ്റീവ് എന്താണ്ടാ 0 അപ്പോൾ അത് കൊടുക്കണ്ട into 11 അത്രയേ ഉള്ളൂ ഈ ടേം into 11 മനസ്സിലായോ നമ്മൾ സിംപ്ലി 11 എടുത്ത് ഫ്രണ്ടിൽ ഇടറാ 11 cos 11x plus 3 this is the answer ആണോ സംശയമുണ്ടോ അടുത്ത ദിവസം തട്ടോ എങ്കിൽ ഇതിന്റെ ആൻസർ പറ sin 10x square plus 2x plus 3 y equal to അപ്പോൾ നിങ്ങൾ പറയും ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ആയിക്കോട്ടെ അതൊക്കെ ആദ്യ സ്റ്റെപ്പിൽ എഴുതണം കേട്ടോ dy by dx പറയടാ വെളിയിലുള്ള ഫംഗ്ഷൻ ആരാണ് സൈനിന്റെ ഡെറിവേറ്റീവ് ആരാണ് cos കഴിഞ്ഞ ചാപ്റ്ററിൽ കഴിഞ്ഞ സെക്ഷനിൽ പഠിപ്പിച്ച ഫോർമുല സൈനിന്റെ ഡെറിവേറ്റീവ് cos അപ്പോൾ സൈനിന്റെ cos 10x square plus 2x plus 3 തീർന്നോ കഴിഞ്ഞോ ഇല്ല ഈ ടേം into ഉമ്മാടകത്തുള്ള ഡെറിവേറ്റീവ് പറ 10x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് പറയടാ 10 into 2 എടുത്ത് ഫ്രണ്ടിൽ ഇട്ട പവറിനെ കുറച്ച് എഴുതി കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു 2x raised to 1x plus 2x ഡെറിവേറ്റീവ് ആരാ 2 plus 3 ഡെറിവേറ്റീവ് ആരാ 0 2x ഡെറിവേറ്റീവ് എങ്ങനെ 2 ആയത് എടാ x ഡെറിവേറ്റീവ് 1 ആ 2 into 1 2 3 യുടെ കൂടെ x ഉണ്ടോ ഇല്ല അപ്പോൾ അവന്റെ ഡെറിവേറ്റീവ് ആരാ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 അപ്പോൾ എഴുതണ്ട 2x എങ്ങനെയായത് x സ്ക്വയർ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു അല്ലേ x raised to ന്റെ ഡെറിവേറ്റീവ് ഇവനെ എടുത്ത് ഫ്രണ്ടിൽ ഇടുക പവറിനെ കുറച്ച് എഴുതുക ഇനി വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് എഴുതാം 10 into 2 എത്രയാണ്ടാ 20 അപ്പോൾ ആൻസർ എന്താണ്ടാ cos 10x square plus 2x plus 3 into 20x plus 2 this is the answer ഈ ടേം into 20x plus 2 ഇതാണ് ആൻസർ മനസ്സിലായോ നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൽ പഠിക്കാൻ ഈസിയസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ അങ്ങനത്തെ 10 ക്വസ്റ്റ്യൻ ഇട്ട് നോക്കാം റിപ്പീറ്റ് ആയിട്ട് എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുന്നു അത്രത്തോളം ആ ടോപ്പിക് നിങ്ങൾ ബൈ ഹാർട്ട് ആവും ഇതാണ് മാത്തമാറ്റിക്സ് പഠിക്കാനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് വേ എന്ന് പറഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ അപ്പോൾ അടുത്ത നിങ്ങൾ സിമ്പിൾ ആയിരിക്കും പറഞ്ഞിലേക്ക് നോക്കും ഇവിടെ നോക്കും അടുത്ത ക്വസ്റ്റ്യൻ y equal to sin അല്ലേ ഇപ്പം എപ്പോഴും എടുത്തോണ്ടിരിക്കുന്നു കോസ് എടുക്കാം ഓക്കെ cos 10x square
+3 ഇതിന്റെ ഡെറിവേറ്റീവ് ആരാടാ കോസിന്റെ ഡെറിവേറ്റീവ് ആരാ -sin x അപ്പോൾ cos 10x square + 3 ഡെറിവേറ്റീവ് ആയ -sin 10x square + 3 ഇൻറ്റു അകത്തുള്ള ഫംഗ്ഷൻ ആരാടാ ആദ്യം വെളിയിലുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കണം ഇൻറ്റു അകത്തുള്ള ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ആണ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ അകത്തുള്ള ഫംഗ്ഷൻ ആരാടാ 10x square + 3 10x square ഡെറിവേറ്റീവ് ആണ് ഇനി ഒറ്റ സ്റ്റെപ്പ് ചെയ്യേ 2 നെ എടുത്ത് ഫ്രണ്ടിലിട്ട് പവർ എന്ന് കുറയ്ക്കുമ്പോൾ 2 ഫ്രണ്ടിൽ ഇടുമ്പോൾ 10 × 2 20 പവർ കുറയ്ക്കുമ്പോൾ 20x തീർന്നു അത്രയല്ലേ ഉള്ളൂ പ്ലസ് 3 ഡെറിവേറ്റീവ് 0 0 ഇതെങ്ങനെ 20x ആയത് 2 നെ എടുത്ത് ഫ്രണ്ടിലിടറ അപ്പോൾ 10 × 2 20 x⁻1 അല്ലേ പവറിനെ എടുത്ത് ഫ്രണ്ടിലിട്ട് പവർ എന്ത് ചെയ്യുക ഒന്ന് കുറച്ച് എഴുതുക ക്ലിയർ അത്രയേ ഉള്ളൂ വേറെ ഒന്നും ചെയ്യാനില്ല ഇതാണ് dy/dx എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഡെറിവേറ്റീവ് സംശയമുണ്ടോ ക്ലിയർ അല്ലേ അപ്പോൾ സൈൻ കോസ് ടാനൊക്കെ മനസ്സിലായെങ്കിൽ അടുത്ത ആരാണ്ടാ y = അടുത്തൊരു ക്വസ്റ്റ്യൻ തരും ഇത് ക്ലിയർ ആയല്ലോ ഇനി കുറച്ച് ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നമുക്ക് ചെയ്യാം y = e⁻9x + 10 അടുത്ത y = e⁻9 എപ്പോഴും പിടിക്കണ്ട അപ്പം 2 ഇടാം 2x⁵5 + 7x അടുത്ത y = log x³ + 3 y = പറ log log 3x + 2 മതി 4 പഠിക്കാം നോക്കിക്കോ എടാ ആദ്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു e⁻x ന്റെ ഡെറിവേറ്റീവ് d/dx ഓഫ് e⁻x ആര് തന്നെയാണ് e⁻x ഇവിടെയും ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ ഉണ്ട് e എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനും പിന്നെ 9x + 10 എന്ന ആൾജിബ്രായിക് ഫംഗ്ഷനും അപ്പോൾ അവന്റെ ഡെറിവേറ്റീവ് dy/dx ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു x നിങ്ങൾ എഴുതിക്കോണേ dy/dx e⁻x ന്റെ ഡെറിവേറ്റീവ് e⁻x അപ്പോൾ e⁻9x + 10 ന്റെ ഡെറിവേറ്റീവ് ആരാ e⁻9x + 10 തീർന്നോ കഴിഞ്ഞോ ഇല്ല ഇൻറ്റു ഇപ്പൊ വെളിയിൽ കിടക്കുന്ന ഫംഗ്ഷൻ എക്സ്പോണൻഷ്യൽ ഈ ഡെറിവേറ്റീവ് e⁻9x + 10 ആണ് e⁻9x + 10 ഇൻറ്റു അകത്തുള്ള ഫംഗ്ഷൻ ആടാ 9x + 10 അവന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഇൻറ്റു ചെയ്യണം 9x ന്റെ ഡെറിവേറ്റീവ് 9 10 × 0 കോൺസ്റ്റന്റ് അല്ലേ ഇതാണ് ആൻസർ 9 എടുത്ത് ഫ്രണ്ടിൽ ഇടാം കേട്ടോ അപ്പൊ ഇവന്റെ ഡെറിവേറ്റീവ് ആടാ dy/dx നേരത്തെ പോലെ ആദ്യം വെളിയിലുള്ള ഫംഗ്ഷൻ ആരാ e⁻x ഡെറിവേറ്റീവ് e⁻x അപ്പോൾ e⁻2x⁵5 + 7x ഡെറിവേറ്റീവോ e⁻2x⁵5 + 7x തീർന്നോ ഇല്ല ഇൻറ്റു ഇനി അകത്തുള്ള ഫംഗ്ഷൻ ആരാ 2x⁵5 + 7x അവന്റെ ഡെറിവേറ്റീവ് പറ എടാ ഇവിടെ എടുത്ത് ഫ്രണ്ടിൽ ഇടുക പവർ ഒന്ന് കുറയ്ക്കും ഇവനെ എടുത്ത് ഫ്രണ്ടിൽ ഇടുമ്പോൾ 2 × 5 10 പവർ എക്സിന്റെ പവർ ഒന്ന് കുറയ്ക്കുമ്പോൾ 5 - 1 എത്ര 4 അപ്പോൾ എത്ര 10x⁻4 തീർന്നോ പ്ലസ് 7x ഡെറിവേറ്റീവ് ആരാ 7 ഫൈൻ അടുത്ത ക്വസ്റ്റ്യൻ വാ dy/dx പിള്ളേരെ log x ന്റെ ഡെറിവേറ്റീവ് ആടാ dx of log x ആരാ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു 1/x log x ന്റെ ഡെറിവേറ്റീവ് ആരാ 1/x അപ്പോൾ ഇവന്റെ ഡെറിവേറ്റീവ് പറ ഏതുപോലെ ഇവിടെ രണ്ട് ഫംഗ്ഷൻ log എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ അകത്തൊരു ആൾജിബ്രായിക് ഫംഗ്ഷൻ അവൻ പറയടാ ആൻസർ log x ന്റെ 1/x അപ്പൊ log x³ + 3 ഇടാ 1/x³ + 3 ഇൻറ്റു ഇനി അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ഡെറിവേറ്റീവ് അകത്ത് കിടക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആരാ x³ ന്റെ ആറാ ഇതിനടുത്ത് ഫ്രണ്ടിൽ ഇട്ടിട്ട് 3 - 1 പവർ ഒന്ന് കുറയ്ക്കുക അപ്പൊ ആരാ 3x² + 3 ഡെറിവേറ്റീവ് 0 എഴുതണ്ട അത്രയേ ഉള്ളൂ വിഷയമുണ്ടോ log x ന്റേത് 1/x ആണ് അപ്പൊ കിടക്കുന്ന ആളെ 1/x ഇവന്റെ ഡെറിവേറ്റീവ് പറ dy/dx log 3x + 2 എങ്ങനെയായിരിക്കും log x ന്റേത് 1/x അപ്പൊ log 3x + 2 ന്റേത് 1/3x + 2 തീർന്നോ കംപ്ലീറ്റ് ആയോ ഇല്ല എന്തുകൊണ്ടാ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ log എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ അകത്ത് വേറൊരു ആൾജിബ്രായിക് ഫംഗ്ഷൻ ഉണ്ട് ഇൻറ്റു ആദ്യം വെളിയിലുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുത്തു ഇൻറ്റു അകത്തുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് അകത്തുള്ള ഫംഗ്ഷൻ ആരാണ് 3x + 2 3x + 2 ന്റെ ഡെറിവേറ്റീവ് ആരാണ് 3x ന്റെ ഡെറിവേറ്റീവ് ആരാ 3 2 ന്റെ ഡെറിവേറ്റീവ് ഉണ്ടോ ഇല്ല എന്തുകൊണ്ട് 2 ന്റെ കോൺസ്റ്റന്റ് അല്ലേ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് ഉണ്ടോ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 യാ അപ്പൊ 3x + 2 ന്റെ ഡെറിവേറ്റീവ് ആരാ ഇറ്റ്സ് 3 × 3 വേണമെങ്കിൽ 3/3x + 2 എന്നൊക്കെ എഴുതാം ആയിക്കോട്ടെ അതൊക്കെ നിങ്ങൾ എഴുതിക്കോളും എനി ഡൗട്ട് ഇത്രയേ ഉള്ളൂ ഇതാണ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ എന്ന് പറഞ്ഞ മനസ്സിലായോ സംശയമുണ്ടോ സൂക്ഷിച്ച് നോക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ അല്ലെങ്കിൽ എഴുതിയെടുക്കാം എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രയും നിങ്ങളുടെ നോളജ് വലുതാവും ഇത്രയേ ഉള്ളൂ മനസ്സിലായോ അടുത്തിലോട്ട് പോട്ടോ
ഓക്കെ, കുറച്ച് സ്പീഡിൽ നിൽക്കണം. ഒരുപാട് ദിവസം നമുക്ക് വർക്കൗട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ് ഞാൻ പ്രോഡക്റ്റ് റൂളും കോഷൻ റൂളും ഒക്കെ പഠിപ്പിച്ചു. അതൊക്കെ വരും. അതൊക്കെ പറഞ്ഞതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച് ക്ലിയർ ആക്കിയിട്ട് വേണം കോഷൻ റൂളും പ്രോഡക്റ്റ് റൂളും ഒക്കെ എനിക്ക് എത്തിക്കാൻ. അടുത്ത ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയാണ്. y ഈക്വൽ ടു, അടുത്ത ഒരു സെറ്റ് ക്വസ്റ്റ്യൻ എഴുതാമേ. y ഈക്വൽ ടു tan 3x plus 2, y ഈക്വൽ ടു sec 7x square plus 5, y equal to cosec 4x square plus 3, y equal to cot 3x raised to 5 plus 2x. നോക്കാം, ഇവിടെ നോക്കേ. ആദ്യം നിങ്ങൾ എനിക്ക് പറയേണ്ട ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കാണാതെ പഠിക്കാൻ പറഞ്ഞു. ഡെറിവേറ്റീവ് ഫോർമുല കാണാതെ പഠിക്കണം കേട്ടോ. പഠിച്ചില്ലെങ്കിൽ ഒരു വഴിയില്ല. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് 6 square x. അപ്പൊ ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആരാ? c square x. അപ്പം ടാൻ 3x plus 2 ഡെറിവേറ്റീവ് പെട്ടെന്ന് പറ. dy by dx ആരാ? c square x ന് പറ. ഇവിടെ ആരാടാ? 3x plus 2. കഴിഞ്ഞോ? ആൻസർ ആയോ? ഇല്ല, നേരത്തെ പഠിപ്പിച്ചു. ഇപ്പം വഴിയുള്ള ഫംഗ്ഷൻ ടാൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡെറിവേറ്റീവ്. ഇനി ആരുടെ ഡെറിവേറ്റീവ് ആണോടാ? 3x plus 2 ഡെറിവേറ്റീവ്. 3x plus 2 ഡെറിവേറ്റീവ് ആരാ? എടാ 3x ഡെറിവേറ്റീവ് ആരാ? ഇൻറ്റു 3 ബൈ 3x ന്റെ 3 പ്ലസ് 2 ന് ഡെറിവേറ്റീവ് ഉണ്ടോ? ഇല്ല, കോൺസ്റ്റന്റ്. x ഇല്ലാത്തതുകൊണ്ട് കോൺസ്റ്റന്റ്. മനസ്സിലായോ? അപ്പൊ ആൻസർ ഇത്രയേ ഉള്ളൂ, ഇൻറ്റു 3. x ഉണ്ടെങ്കിൽ മാത്രം x ഡെറിവേറ്റീവ്, x ഇല്ലെങ്കിൽ കോൺസ്റ്റന്റ്. കാരണം വിത്ത് റെസ്പെക്ട് ടു x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഫൈൻ. പിന്നെ ആൻസർ പറ. അപ്പം പറ. ഇനി ഇവിടെ ടാൻ ആയിരുന്നു, ഇവിടെ സീക്ക. അപ്പം ഡെറിവേറ്റീവ് ഓഫ് സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ് ആരടാ? സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് ആരാ? കഴിഞ്ഞ ക്ലാസ്സിന് പഠിപ്പിച്ചു. ആരാ? സീക്ക് എക്സ് ടാൻ എക്സ്. സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് ആരാ? സീക്ക് എക്സ് ടാൻ എക്സ്. അപ്പൊ ഇവരുടെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. ഡി വൈ ബൈ ഡി എക്സ്. സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ്. അപ്പൊ 7x സ്ക്വയർ പ്ലസ് 5 ഡെറിവേറ്റീവോ? sec x ന്റെ sec x tan x. അപ്പൊ sec 7x square plus 5 ഡെറിവേറ്റീവ് sec 7x square plus 5 tan 7x square plus 5. സംശയമുണ്ടോ? sec x ന്റെ sec x tan x. അപ്പൊ sec 7x square plus 5 ന്റെ sec 7x square plus 5 into tan 7x square plus 5. കഴിഞ്ഞോ? ഇല്ല, ഇത് പാടെ ഡെറിവേറ്റീവ് മാത്രമേ ആയുള്ളൂ. സീക്കിന്റെ ഡെറിവേറ്റീവ് മാത്രമല്ല, അകത്ത് കിടക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ഉണ്ടേ. ഇവിടെ സീക്കിന്റെ ഡെറിവേറ്റീവ് ആണ് sec x tan x. അപ്പൊ sec 7x square plus 5 ന്റെ sec 7x square plus 5 into tan 7x square plus 5 into അകത്തുള്ള ഫംഗ്ഷൻ ഡെറിവേറ്റീവ്. അകത്തുള്ള ഫംഗ്ഷൻ ഇതാരടാ? പറ. അവന്റെ ഡെറിവേറ്റീവ് ഒറ്റയടിക്ക് പറ. ഈ 2 നെ എടുത്ത് ഫ്രണ്ടിൽ ഇടുമ്പോൾ 7 into 14 x raised to 2 ആണ്. പവർ എന്ന് പറയുമ്പോൾ 2 minus 1. അപ്പൊ എന്താണ്? 14x പ്ലസ് 5 ന്റെ ഡെറിവേറ്റീവ് 0. എന്തുകൊണ്ട്? അവിടെ 5 കോൺസ്റ്റന്റ്, x ഇല്ല. അപ്പൊ ഇവന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2 എടുത്ത് ഫ്രണ്ടിൽ ഇടുമ്പോൾ 14x raised to 1 which means 14x into 14x. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ക്ലിയർ? അടുത്ത് കൊസീക്കിന്റെ, അതെനിക്ക് കൊസീക്കിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ കൊസീക് എക്സ് ഡി ബൈ ഡി എക്സ് ഓഫ് കൊസീക് എക്സ് എന്ന് പറഞ്ഞാൽ കൊസീക് എക്സിന്റെ ഡെറിവേറ്റീവ് ആരാ? ഇറ്റ്സ് മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ്. ആരാണ്? മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ്. കൊസീക്കിന്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ് ആണ് എങ്കിൽ കൊസീക് 4x സ്ക്വയർ പ്ലസ് 3 യുടെ ഡെറിവേറ്റീവ് പറ. ഡി വൈ ബൈ ഡി എസ്. കൊസീക് എക്സിന്റെ മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ് എങ്കിൽ കൊസീക് 4x സ്ക്വയർ പ്ലസ് 3 ആരാ? മൈനസ് കൊസീക് 4x സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു ആരാ? മൈനസ് കൊസീക് എക്സ് കോട്ട് എക്സ് എന്നല്ലേ കൊസീക് എക്സിൻ്റെത്. അപ്പൊ കൊസീക് 4x സ്ക്വയർ പ്ലസ് 3 യുടേത് മൈനസ് കൊസീക് 4x സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു കോട്ട് ആരാ? 4x സ്ക്വയർ പ്ലസ് 3. തീർന്നോ? കഴിഞ്ഞോ? ഇല്ല. പിന്നെ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പൊ ആരുടെ മാത്രമേ ആയുള്ളൂ? കൊസീക്കിന്റെ മാത്രം. ഞാൻ അകത്തുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് അല്ലെ? ഫംഗ്ഷൻ ഫംഗ്ഷൻ ഇൻറ്റു അകത്തുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന്റെ ഡെറിവേറ്റീവ് ഒറ്റയടിക്ക് പറ. 2 ന്റെ അടുത്ത് ഫ്രണ്ടിൽ ഇടാം. 4 into 8 8x raised to 1. 2 ന്റെ അടുത്ത് ഫ്രണ്ടിലിട്ട് പവർ എന്ന് കുറച്ച് ചെയ്തു. അപ്പൊ എന്താണ്? 8x raised to 1 plus 3 ഡെറിവേറ്റീവ് 0. അപ്പൊ ആൻസർ ഇൻറ്റു 8x ഇൻറ്റു ആരാ? 8x. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? ഇനി നെക്സ്റ്റ് കോട്ടിന്റെ, അതിന് മുന്നേ കോട്ടിന്റെ ഡെറിവേറ്റീവ് പറയടാ.
ഡി ബൈ ഡി എക്സ്. കോട്ട് എക്സ് പറ, കോട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് ആരാ? കോട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ് കൊസീക് സ്ക്വയർ എക്സ്. ആരാണ്? മൈനസ് കൊസീക് സ്ക്വയർ എക്സ്. അപ്പൊ കോട്ട് 3x സ്ക്വയർ പ്ലസ് 2x ന്റെ ഡെറിവേറ്റീവ് പറ. 3x സ്ക്വയർ പ്ലസ് 2x ന്റെ ഡെറിവേറ്റീവ് പറ. മൈനസ് കൊസീക് സ്ക്വയർ എക്സിന് പോരാടാ 3x റൈസ് ടു 5 പ്ലസ് 2x. കഴിഞ്ഞ ആൻസർ ഇല്ല. നിങ്ങൾക്ക് പറയും ഇപ്പം വെളിയിലുള്ള ഫംഗ്ഷൻ ഡെറിവേറ്റീവ് മാത്രമേ ആയുള്ളൂ. ഇനി അകത്തുള്ള ഫംഗ്ഷൻ ഡെറിവേറ്റീവ് 3x റൈസ് ടു 5 ന്റെ ഡെറിവേറ്റീവ് ആരുടെ? 5 അടുത്ത് ഫ്രണ്ടിലിട്. 5 അടുത്ത് ഫ്രണ്ടിലിടുമ്പോ 3 into 5 15 15 into x റൈസ് ടു 4. പവർ ഒന്ന് കുറയ്ക്കണ്ടേ? അപ്പൊ 15x റൈസ് ടു 4 പ്ലസ് 2x ന്റെ ഡെറിവേറ്റീവ് ആരുടെ? 2. അപ്പൊ ആരാ? 15x റൈസ് ടു 4 പ്ലസ് 2. അതങ്ങനെ 2x ഡെറിവേറ്റീവ് 2 ആയ. എടാ x ഉണ്ട്, x ഡെറിവേറ്റീവ് 1 ആ. അപ്പൊ 2x ന്റെ 2. x റൈസ് ടു 5 ഡെറിവേറ്റീവ് ആരാ? 5 നെ എടുത്ത് ഫ്രണ്ടിൽ ഇട്ടിട്ട് പവർ ഒന്ന് കുറച്ച് ചെയ്യും. അപ്പൊ 3 into 5 15 x റൈസ് ടു 4 പ്ലസ് 2x ന്റെ 2. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ 2 ഫംഗ്ഷൻ വന്നാൽ ചെയ്യേണ്ടത് 2 അല്ല 3 4 എത്ര ഫംഗ്ഷൻ വന്നാലും ഏറ്റവും വെളിയിലുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആദ്യം എടുക്കുക, എന്നിട്ട് ആ ടൈം അതേപോലെ എഴുതുക. ഇൻറ്റു അകത്തുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കൊടുക്കുക. മനസ്സിലായി? ഇതാണ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ എന്ന് പറഞ്ഞത്. മനസ്സിലായോ? ക്ലിക്കായോ? സിമ്പിൾ അല്ലേ? നമുക്കിനി ടെക്സ്റ്റിൽ എക്സസൈസ് ചെയ്യാം. എക്സസൈസ് 5.2 നെക്സ്റ്റ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ടെക്സ്റ്റിലെ എക്സസൈസ് 5.2. അല്ലെ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് എല്ലാം ഇപ്പം വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. 2 ലിമിറ്റിന്റെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണ് ലിമിറ്റിന്റെ സെക്ഷൻ പഠിപ്പിച്ചിട്ട് അത് വർക്ക്ഔട്ട് ചെയ്ത് തരാം കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് 5.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഡിഫറൻഷിയേറ്റ് ദ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നാണ്. ഞാൻ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ y ഈക്വൽ ടു എന്ന് പറഞ്ഞ് എടുക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ y ഈക്വൽ ടു സൈൻ എക്സ് സ്ക്വയർ പ്ലസ് 5. നിങ്ങൾക്ക് y ഈക്വൽ ടു പറഞ്ഞ് തരത്തില്ല, ഡിഫറൻഷിയേറ്റ് ദ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു തരുള്ളൂ. നിങ്ങൾ ഫംഗ്ഷനെ y ഈക്വൽ ടു എന്ന് പറഞ്ഞ് എടുക്കണം. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവ് പറയണം dy ബൈ dx. ഇനി നിങ്ങൾ പെട്ടെന്ന് പറയും, ഇത്രയും നേരം ഞാൻ പഠിപ്പിച്ചു. ആദ്യം വെളിയുള്ള ഫംഗ്ഷൻ ഡെറിവേറ്റീവ്, സൈനിന്റെ ഡെറിവേറ്റീവ് കോസ്. അപ്പൊ സൈൻ എക്സ് സ്ക്വയർ പ്ലസ് 5 ഡെറിവേറ്റീവ് ആരാ? പറ. കോസ് x square plus 5 into x square plus 5 ന്റെ ഡെറിവേറ്റീവ് ആരാ? പറ. x square plus 5 ന്റെ ഡെറിവേറ്റീവ് ആരാ? 2x. എന്തുകൊണ്ടാ? 2 ന്റെ ഡിഫറൻറ്റ് പവറിനെ കുറച്ച് ചെയ്ത്. അപ്പൊ 2x plus 5 ന്റെ ഡെറിവേറ്റീവ് ഉണ്ടോ? ഇല്ല, 0. 5 be a constant. അപ്പൊ x square plus 5 ന്റെ ഡെറിവേറ്റീവ് ആരാ? 2x. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ആടാ. നോക്കേ y equal to cos of sin x. അപ്പൊ ഡെറിവേറ്റീവ് പറ. കോസിന്റെ ഡെറിവേറ്റീവ് ആരാ? മൈനസ് സൈൻ എക്സ്. അപ്പൊ ഇവിടെ എക്സിന് പോലെ സൈൻ എക്സ് എന്നാണ് ഏട്ടൻ ഓർമ്മ. അപ്പൊ കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ. അപ്പൊ ഡെറിവേറ്റീവ് പറയടാ മൈനസ് സൈൻ എക്സിന് പോലെ അകത്ത് കിടക്കുന്ന ആരാ? സൈൻ എക്സ്. മനസ്സിലായോ? കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. അപ്പൊ കോസ് ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ഓഫ് സൈൻ എക്സ്. കഴിഞ്ഞോ? ഇല്ല. ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷന്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ. ഈ അപ്പൊ അകത്തുള്ള ഈ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആരാ? കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ്. മനസ്സിലായോ? ക്ലിക്കായോ? ഒന്നും കൂടെ. കോസ് ഓഫ് സൈൻ എക്സ്. ഇവിടെ എക്സിന് വരെ സൈൻ എക്സ്. ആദ്യം വെളിയിലുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആരാ? മൈനസ് സൈൻ. എന്നിട്ട് അകത്തുള്ള ഫംഗ്ഷൻ അതേപോലെ എഴുതുക, മൈനസ് സൈൻ ഓഫ് സൈൻ എക്സ് ഇൻറ്റു അകത്തുള്ള ഫംഗ്ഷൻ ഡെറിവേറ്റീവ്. അകത്തുള്ള ഫംഗ്ഷൻ ആരാ? സൈൻ എക്സിന്റെ കോസ് എക്സ്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളിപ്പം പറഞ്ഞു തരണേ. y ഈക്വൽ ടു സൈൻ ax പ്ലസ് ബി. പെട്ടെന്ന് പറയടാ. dy ബൈ ഡി. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് എഴുതിക്കോണം കേട്ടോ. ഡെറിവേറ്റീവ് പറ. സൈൻ്റെ ഡെറിവേറ്റീവ് കോസ്. ആൻസർ ആരാ? കോസ് ax പ്ലസ് ബി. കഴിഞ്ഞോ? ഇല്ല. ഇൻറ്റു അകത്തുള്ള ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ax പ്ലസ് ബി ഡെറിവേറ്റീവ്. ഈ എക്സിന്റെ ഡെറിവേറ്റീവ് ആരാ? a. കാരണം എക്സിന് പവർ 1 ആണെങ്കിൽ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1. അപ്പൊ a into 1 a പ്ലസ് ബിയുടെ കൂടെ എക്സിന്റെ ടേം ഉണ്ടോ? ഇല്ല. അപ്പം ബിയുടെ ഡെറിവേറ്റീവ് 0. ബി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്. അപ്പൊ ax പ്ലസ് ഡെറിവേറ്റീവ് ആരാ? a. ആൻസർ കഴിഞ്ഞു. വേണമെങ്കിൽ a എടുത്ത് നേരെ ഫ്രണ്ടിലിട്ട് കുറച്ച് നീറ്റായിട്ട് എഴുതാം കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. അതൊക്കെ ഇനി എക്സാമിന് എഴുതുമ്പോൾ പഠിച്ചോണം കേട്ടോ. ഈ ഒരു ഫോർമാറ്റിലൊക്കെ എഴുതാൻ പഠിച്ചോണം. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. അടുത്ത് നോക്കിക്കോ, സംശയമൊന്നുമില്ലല്ലോ. അടുത്ത നല്ല ക്വസ്റ്റ്യൻ ആണ്, ഇത്തിരി വലിയ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ VIP കേട്ടോ. വെരി ഇമ്പോർട്ടന്റ് പരീക്ഷയ്ക്ക്. VIP. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ് പരീക്ഷയ്ക്ക്.
അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. y ഈക്വൽ ടു sec of tan of root x. ഇതിൽ 3 ഫംഗ്ഷൻ ഉണ്ട്, ശ്രദ്ധിക്കണേ. സീക്ക് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, ടാൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, റൂട്ട് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, 3 ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് അറിയാം. ചെയ്യാം നമുക്ക്. ആദ്യം ഏറ്റവും വലിയ ഫംഗ്ഷൻ ആടാ സീക്ക്. അപ്പൊ ഡി ബൈ ഡി എക്സ്. നിങ്ങൾ സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് പറയടാ. സീക്ക് എക്സ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സീക്ക് എക്സ് ടാൻ എക്സ്. സീക്ക് എക്സ് ടാൻ എക്സ്. നല്ല ക്വസ്റ്റ്യൻ ആട്ടോ, ജസ്റ്റ് ശ്രദ്ധിച്ചിരിക്കണേ. സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ്. ഇവിടെ എക്സിന് വരെ ഇത്രയും ടേമാ. അപ്പൊ സീക്ക് ഓഫ് ടാൻ റൂട്ട് എക്സ് ഡെറിവേറ്റീവ് പറ. ഇവിടെ എക്സിന് വരെ ഇത്രയും കൂടെ. അപ്പൊ ആരാ? സീക്ക് ടാൻ റൂട്ട് എക്സ് ഇൻറ്റു ടാൻ റൂട്ട് എക്സ്. സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ്. ഇവിടെ എക്സിന് പോലെ ടാൻ റൂട്ട് എക്സ് അല്ലേ? അപ്പൊ സീക്ക് ടാൻ റൂട്ട് എക്സ് ടാൻ റൂട്ട് എക്സ്. അപ്പൊ സീക്കിന്റെ ഡെറിവേറ്റീവ് ആയി. ഇനി അകത്ത് എടുക്കുന്ന ഫംഗ്ഷൻ ആടാ ടാൻ റൂട്ട് എക്സ്. അവൻ ഡെറിവേറ്റീവ് ആടാ. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആരാ? sec square x. അപ്പൊ ടാൻ റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് ആരാ? സി സ്ക്വയർ റൂട്ട് എക്സ്. അപ്പൊ ഇൻറ്റു സി സ്ക്വയർ റൂട്ട് എക്സ്. അപ്പൊ ആരുടെ ഡെറിവേറ്റീവ് ആയി? ടാന്റെ ഡെറിവേറ്റീവ് ആയി. ഇനിയും അകത്ത് ഫംഗ്ഷൻ ആരാ? റൂട്ട് എക്സ്. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് ആരാ? ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് ആരാ? ഫോർമുല പഠിപ്പിച്ചു 1/2 റൂട്ട് എക്സ്. അപ്പൊ ആദ്യം വഴിയിൽ സീക്കിന്റെ ഡെറിവേറ്റീവ് ആണ് ഈ രണ്ടെണ്ണം എഴുതിയിട്ട്. അതിന് ടാന്റെ ഡെറിവേറ്റീവ് ആണ് സി സ്ക്വയർ എക്സ്. ഇവിടെ ടാൻ റൂട്ട് എക്സ് ആൻഡ് സി സ്ക്വയർ റൂട്ട് എക്സ്. ഇനി ഏറ്റവും അകത്തുള്ള ഫംഗ്ഷൻ ആടാ? റൂട്ട് എക്സ്. അവൻ ഡെറിവേറ്റീവ് ആടാ? ഇൻറ്റു 1/2 റൂട്ട് എക്സ്. ഇനി ഇവിടെ റൂട്ട് എക്സ് ഒന്ന് ക്യാൻസൽ ചെയ്ത് കളയരുത്. ഇത് സീക്കിന്റെ ആളാണ് കേട്ടോ, ഫംഗ്ഷന്റെ അകത്ത് ഇറങ്ങുന്നത്. ക്ലിയർ? ഇതാണ് ആൻസർ. ക്വസ്റ്റ്യൻ പിടി കിട്ടിയോ? ശ്രദ്ധിച്ച് മനസ്സിലായാലേ ഒന്നും കൂടെ പൗസ് ചെയ്ത് വീഡിയോ ബാക്കിൽ എടുത്ത് നോക്കി പഠിക്കുക. മനസ്സിലായോ? വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. VIP വെരി ഇമ്പോർട്ടൻറ്റ്. പരീക്ഷയ്ക്ക് നോട്ട് ചെയ്ത് വെച്ചോ. VIP ഇടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചോ. പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എല്ലാം നിങ്ങൾ ടെക്സ്റ്റിലെ എക്സസൈസ് 5.2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. പേജ് നമ്പർ 20 എന്തോ ആണ് കേട്ടോ. ടെക്സ്റ്റിൽ 20 അല്ല, പേജ് നമ്പർ എൻ്റെ ഇല്ല. ടെക്സ്റ്റ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ടെക്സ്റ്റിൻ്റെ NCERTയുടെ PDF ഡൗൺലോഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പക്ഷേ തരുന്നത് എക്സസൈസ് 5.2 നിങ്ങൾ ടെക്സ്റ്റിൽ റെഫർ ചെയ്താൽ മതി, കിട്ടും. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ, എക്സസൈസ് 5.2 5ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്. y ഈക്വൽ ടു sin ax plus b divided by cos cx plus d. നല്ല ക്വസ്റ്റ്യൻ. ഈ സെയിം ക്വസ്റ്റ്യൻ +1 ശ്രദ്ധിച്ചിരുന്നോ? ഒരു ഫംഗ്ഷനെ വേറൊരു ഫംഗ്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു ഫംഗ്ഷനെ വേറൊരു എക്സിന്റെയോ വൈയുടെയോ ഒരു ഫംഗ്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് കോഷ്യന്റ് റൂൾ. ഏത് റൂളാണ്? കോഷ്യന്റ് റൂൾ. എന്ന് പഠിപ്പിച്ചു? ഇന്നലെ പഠിപ്പിച്ചു. നിങ്ങളത് നോട്ട് എടുത്ത് നോക്കിയാൽ എന്താ കോഷ്യന്റ് റൂൾ എന്ന് പറഞ്ഞാൽ? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. മനസ്സിലായോ? നോക്കാം വാ. dy/dx കോഷ്യന്റ് റൂൾ യൂസ് ചെയ്യുക. യൂസിങ് ഏത് റൂളാ? എന്താ കോഷ്യന്റ് റൂൾ എന്ന് പറഞ്ഞാൽ? ഡിനോമിനേറ്റർ ഇൻറ്റു, ഇവിടെ ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ ആരാ? അടിയിൽ കിടക്കുന്ന ഡിനോമിനേറ്റർ, മുകളിൽ കിടക്കുന്ന ന്യൂമറേറ്റർ. അറിയാലോ ഡിനോമിനേറ്റർ ആരാ? cos cx plus d. ഡിനോമിനേറ്റർ ഇൻറ്റു ഏതെണ്ണം ഇവിടെ കോഷ്യന്റ് റൂള്? കോഷ്യന്റ് റൂൾ എന്താ? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ദ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അപ്പൊ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. ഒരു സ്റ്റെപ്പും കൂടെ എഴുതിട്ട് ചെയ്യാം അല്ലെ? ഫസ്റ്റ് ക്വസ്റ്റ്യനില് ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, ഇവന്റെ ഡെറിവേറ്റീവ് എടുക്കണേ എന്ന് പറയുമ്പോൾ d/dx ഓഫ് ഈ ആള്. അടുത്ത സ്റ്റെപ്പിൽ ഡെറിവേറ്റീവ് എടുക്കാം കേട്ടോ. ഒറ്റയടിക്ക് എടുക്കുന്നതാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നടക്കട്ടെ. മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു sin ax plus b. ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ d/dx ഓഫ്. ഒറ്റയടിക്ക് ചെയ്യുന്നില്ല, ഒരു സ്റ്റെപ്പും കൂടി ഇട്ട് ചെയ്യുന്നു. ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ d/dx ഓഫ് ആരാ? ഡിനോമിനേറ്റർ ആരാ? cos cx plus d. The whole divided by denominator square cos cx plus d. The whole square എന്നിടാ, അല്ലെങ്കിൽ cos square cx plus d എന്നിടാ. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അങ്ങനെ എഴുതുക.
മനസ്സിലായോ? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഡിനോമിനേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഞാൻ ഡെറിവേറ്റീവ് എടുത്തിട്ടില്ല, അടുത്ത സ്റ്റെപ്പ് ഡെറിവേറ്റീവ് എടുക്കാം. മീൻസ് cos cx plus d into derivative of sin x plus b യുടെ ഡെറിവേറ്റീവ് പറ. സൈൻ്റെ ഡെറിവേറ്റീവ് cos. അപ്പോൾ sin x plus b ആരടാ? cos ax plus b. തീർന്നോ? ഇല്ല, നേരത്തെ പഠിപ്പിച്ചു. ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ, ആദ്യം വെളിയിലുള്ള ഫംഗ്ഷൻ സൈൻ്റെ ഡെറിവേറ്റീവ് cos, ഇനി അകത്തുള്ള ഫംഗ്ഷൻ ax plus b ഡെറിവേറ്റീവ് ആരാ? a. y എന്തുകൊണ്ട്? x ന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ a into 1 a plus b യുടെ കൂടെ x ഇല്ല, കോൺസ്റ്റന്റ്. അപ്പോൾ b യുടെ 0. അപ്പോൾ ax plus b യുടെ ആര് മാത്രമേ ഉള്ളൂ? a മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു സൈൻ ax plus b ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ആരാ? cos cx plus d. പെട്ടെന്ന് പറ. cos x ഡെറിവേറ്റീവ് മൈനസ് sin x. അപ്പൊ cos cx plus d യുടേത് മൈനസ് sin cx plus d. തീർന്നോ? ഇല്ല, ഇൻറ്റു c y. എന്തുകൊണ്ട്? cx plus d യുടെ ഡെറിവേറ്റീവ് ആരാ? cx ന്റെ ഡെറിവേറ്റീവ്, x ന്റെ ഡെറിവേറ്റീവ് 1. അപ്പൊ c into 1 c plus d യുടെ ഡെറിവേറ്റീവ് 0. അപ്പൊ ആൻസർ എന്തേ ഉള്ളൂ അവിടെ? d. the whole divided by cos cx plus d ഹോൾ സ്ക്വയർ നീറ്റ് ആയിട്ട് ഇങ്ങനെ എഴുതിയത് cos സ്ക്വയർ cx plus d. ഇത്രയേ ഉള്ളൂ. ഇനി ഒരു കാര്യം, ഇവിടെ നെഗറ്റീവ്, ഇവിടെ രണ്ട് ഇൻറ്റു ആ, ഇവിടെ ഇൻറ്റു ടൈം അല്ലേ? ഈ നെഗറ്റീവും ഈ നെഗറ്റീവും കൂടെ ന്യൂമറേറ്ററിൽ എന്തായിട്ട് മാറുടാ? പോസിറ്റീവായിട്ട് മാറും. ബാക്കി ഇത്രയും മതി, വേറെ ഒന്നും ഇനി ഇവിടെ ചെയ്യാനില്ല. ഓക്കെ, ഇത്രയും മതി. ഇത്രയും അങ്ങ് എഴുതി വെച്ചെന്നാൽ മതി, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇനി വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്തൊക്കെ ഡിവൈഡ് ചെയ്യാം, വേണ്ട ആവശ്യമില്ല. ഇത്രയും മതി. പ്രൂവ് ആയിട്ടൊന്നും ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒക്കെ ഡിവൈഡ് ചെയ്ത് ആൻസർ എഴുതിക്കോണം കേട്ടോ. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതാണ് കോഷ്യന്റ് റൂൾ എന്ന് പറയും. ഏത് റൂളാ? കോഷ്യന്റ് റൂൾ. ഓക്കെ, നോക്കി പഠിച്ചോണേ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ കോഷ്യന്റ് റൂളിന്റെ ഫോർമുല എഴുതുന്നു കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തൊരു 8ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടൊക്കെ തിരിച്ചു വരാം കേട്ടോ. cos root x y equal to cos root x. cos root x അവന്റെ ഡെറിവേറ്റീവ് വരടാ dy by dx. നിങ്ങൾ പെട്ടെന്ന് പറയും. ആദ്യം വെളിയിലുള്ള ഫംഗ്ഷൻ്റെ cos x ഡെറിവേറ്റീവ് മൈനസ് sin x. നമ്മൾ cos root x ആകുമ്പോൾ മൈനസ് sin root x. തീർന്നോ? ഇല്ല, ഇൻറ്റു അകത്തുള്ള ഫംഗ്ഷൻ ആരാ? റൂട്ട് എക്സ്. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് ആരാ? 1/2 റൂട്ട് എക്സ് ഇൻറ്റു 1/2 റൂട്ട് എക്സ്. ക്ലിയർ? എനി ഡൗട്ട്? നോ ഡൗട്ട് അല്ലേ? മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത പ്രോഡക്റ്റ് റൂളിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. y equal to cos x cube into sin. അതിന് മുമ്പ് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഇതിലോട്ട് പോകാം കേട്ടോ, എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. വേറൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഇതിലോട്ട് പോകാം കേട്ടോ. നോക്കിയാൽ y equal to sin square 2x plus 3 യുടെ ഡെറിവേറ്റീവ്. ഇവൻ്റെ ഡെറിവേറ്റീവ് ചെയ്തിട്ട് നമുക്ക് അതിലോട്ട് പോകാം കേട്ടോ. പറയാൻ കാരണം ഈ സൈൻ സ്ക്വയർ 2x plus 3 എന്നാണ് ആക്ച്വലി ആരാണ്ടാ? y equal to ഇതാണ് സൈൻ 2x plus 3 the whole square എന്നാ. സൈൻ സ്ക്വയർ 2x plus 3 എന്ന മീനിങ് ആരാ? സൈൻ 2x plus 3 the whole square. ഇവിടെ 3 ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ, പിന്നൊന്ന് സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ, പിന്നൊന്ന് 2x plus 3 എന്ന ഫംഗ്ഷൻ. അങ്ങനെ 3 ഫംഗ്ഷൻ ഉണ്ട്. നിങ്ങളുടെ മൈൻഡിൽ ആ 3 ഫംഗ്ഷനും വരണം കേട്ടോ. അപ്പം പറ dy by dx. അത് ഏറ്റവും വെളിയിലുള്ള ഫംഗ്ഷൻ 2. നമ്മൾ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആരാ? 2-നെടുത്ത് ഫ്രണ്ടിലിട്ട് എക്സിന്റെ പവർ ഒന്ന് കുറച്ച് എഴുതും. അപ്പൊ അതേപോലെ ഈ 2-നെടുത്ത് ഫ്രണ്ടിലിട്ട് ഇവന്റെ പവറിന് കുറച്ച് എഴുതുമ്പോൾ ആര് വരൂടാ? 2 sin 2x plus 3. അപ്പൊ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആയി. സ്ക്വയറിന്റെ അടുത്ത് ഫ്രണ്ടിലിട്ട് പവറിന് കുറച്ച് എഴുതി, അതായി ഇൻറ്റു. പിന്നെ അകത്തുള്ള ഫംഗ്ഷൻ ആർടാ? sin 2x plus 3. sin 2x plus 3 ഡെറിവേറ്റീവ് ആരാ? നോട്ട് ചെയ്തോളൂ. ഇതെന്ന് പറഞ്ഞാൽ y equal to ഇങ്ങനെയാണ്, sin 2x plus 3 the whole square ആണ്. ആദ്യം സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2-നെടുത്ത് ഫ്രണ്ടിലിട്ട് പവറിന്ന് കുറച്ച് എഴുതി ഇൻറ്റു. പിന്നെ അകത്തുള്ള ഫംഗ്ഷൻ sin 2x plus 3. sin 2x plus സൈൻ്റെ ഡെറിവേറ്റീവ് ആരാ? cos x. അപ്പൊ sin 2x plus 3 ഇടത് cos 2x plus 3. കഴിഞ്ഞോ? കഴിഞ്ഞു. ഇനി ഇൻറ്റു. ഇനിയുള്ള അകത്തുള്ള ഫംഗ്ഷൻ ആടാ? 2x plus 3. 2x plus 3 ഡെറിവേറ്റീവ് ആരാ? 2.
മനസ്സിലായല്ലോ? എക്സിന്റെ ഡെറിവേറ്റീവ് 1, അപ്പോൾ 2 × 1 2, 3യുടെ ഡെറിവേറ്റീവ് 0, കോൺസ്റ്റന്റ് ആണ്, എക്സിന്റെ ടൈം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ എന്താണ് × 2. മനസ്സിലായല്ലോ? സംശയം ഉണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ഈ ക്വസ്റ്റ്യൻ കൂടെ പറയുമ്പോൾ നിങ്ങൾ ഒരുവിധം സെറ്റ് ആവും കേട്ടോ. കോസ് ക്യൂബ് 3x² + 7 ഇതിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞു കേട്ടോ. ഇത് ആക്ച്വലി എങ്ങനെയാ ക്വസ്റ്റ്യൻ കിടക്കുന്നത്? എങ്ങനെയാ? മുകളിലത്തെ മായ്ക്കാണേ. ഇത് ആക്ച്വലി ക്വസ്റ്റ്യൻ എങ്ങനെയാണ് കിടക്കുന്നത്? ഇത് ക്വസ്റ്റ്യൻ y = എങ്ങനെയാ? cos 3x² + 7 the whole cube ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇതിൽ കോസ് ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹോൾ ക്യൂബ് എന്നല്ലേ മീനിങ്. അപ്പൊ ആദ്യം നിങ്ങൾ ആരുടെ ഡെറിവേറ്റീവ് എടുക്കും? dy/dx. ഏറ്റവും വെളിയിലുള്ള ഫംഗ്ഷൻ ക്യൂബാണ്. ക്യൂബിനെ എടുത്ത് ഫ്രണ്ടിലിട്ട് പവറിന് കുറച്ച് ചെയ്താൽ ആര് വരും? ഇടാ നേരത്തെ പവർ 1 ആണ്, പവർ 1 വേണം. അപ്പൊ ക്യൂബിനെ എടുത്ത് ഫ്രണ്ടിലിട്ട് അപ്പൊ ആര് വരും? 3 cos 3x² + 7 the whole raised to 2. 3 എടുത്ത് ഫ്രണ്ടിലിട്ട് പവർ എന്ന് കുറച്ച് എഴുതി. ഓക്കെ, ഇങ്ങനെ എഴുതുന്നതിനേക്കാളും ഈ 2 എവിടെ കൊടുത്താൽ അത് ഇങ്ങനെ പിന്നെ പഠിക്കുക കേട്ടോ. ആദ്യം 3നെ എടുത്ത് ഫ്രണ്ടിലിട്ട് പവർ എന്ന് കുറച്ച് എഴുതപ്പോൾ ആരാ? 3 cos² 3x² + 7. അപ്പൊ ഈ കോസ് ക്യൂബ് എന്ന് പറഞ്ഞ ടേമിന്റെ ഡെറിവേറ്റീവ് കഴിഞ്ഞു. ഇനി cos 3x² + 7 ഡെറിവേറ്റീവ് cos x ഡെറിവേറ്റീവ് - sin x. അപ്പൊ cos 3x² + 7 ഡെറിവേറ്റീവ് ആരാ? -sin 3x² + 7 ഇൻറ്റു ഇനി അകത്തുള്ള ഫംഗ്ഷൻ ആരാ? 3x² + 7. 3x² + 7 ഡെറിവേറ്റീവ് ആരാ? 2 ന്റെ ഫ്രണ്ടിൽ 6x 7 ഡെറിവേറ്റീവ് 0 6x. സംശയം ഉണ്ടോ? ഒന്നും കൂടെ ഇത് വെച്ച് ഒന്നും കൂടെ പറഞ്ഞിട്ട് ഇത് നോക്കിയേ. ഇനി എടുത്ത് ഫ്രണ്ടിലിട്ട് പവർ ഒന്ന് കുറച്ച് 3 cos 3x² + 7 the whole raised to 2 ഇൻറ്റു അകത്തുള്ള ഈ ഫംഗ്ഷൻ ഇവന്റെ ഡെറിവേറ്റീവ്. ഇനി വെളിയിലെ ഫംഗ്ഷൻ കോസിന്റെ ഡെറിവേറ്റീവ് -sin. അപ്പൊ -sin ആരാ? 3x² + 7 ഇൻറ്റു 3x². ഇനി വീണ്ടും അകത്തുള്ള ഫംഗ്ഷൻ 3x² + 7 ഡെറിവേറ്റീവ് ആരാ? 2 ന്റെ ഫ്രണ്ടിലെ 6x + 7 ഡെറിവേറ്റീവ് ആരാ? 0 കോൺസ്റ്റന്റ്. അപ്പൊ ആരാ? 6x. ഇതല്ലേ ഞാൻ ഇവിടെ എഴുതിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ആക്കിയെന്നുള്ളൂ നീറ്റായിട്ട്. കോസിനെ ഇങ്ങനെ ഇതിനേക്കാളും cos² എന്നിട്ട് പഠിച്ചാൽ മതി. ഈ രീതിയിൽ പഠിച്ചാൽ മതി. മനസ്സിലായോ? അപ്പം ശ്രദ്ധിച്ച് പഠിക്കണേ ഈ ക്വസ്റ്റ്യൻസ്. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ, മായ്ക്കാനേ. അപ്പൊ ഇനി അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ ഡെറിവേറ്റീവ് പറയണം. y = sin x cos x. sin x × cos x യുടെ രണ്ട് ഫംഗ്ഷന്റെ പ്രോഡക്റ്റ്. അപ്പൊ ഏത് റൂളാണ്? പ്രോഡക്റ്റ് റൂൾ. വാട്ട് ഈസ് പ്രോഡക്റ്റ് റൂൾ പറയുന്നത്? ഞാൻ പറഞ്ഞങ്ങ് ചെയ്യാണ്. പ്രോഡക്റ്റ് റൂൾ പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ഫംഗ്ഷൻ്റെ അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു അപ്പൊ sin x ഇൻറ്റു ആദ്യം കിടക്കുന്ന ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ രണ്ടാമത് d/dx ഓഫ് രണ്ടാമത് സ്റ്റെപ്പ് ഒന്നും ഇതില്ല. ഡയറക്റ്റ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു രണ്ടാമത് കിടക്കുന്നതിന്റെ ഡെറിവേറ്റീവ്. cos x ഡെറിവേറ്റീവ് ആരാ? -sin x. -sin x ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു cos x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ sin x. sin x ഡെറിവേറ്റീവ് cos x ആണെങ്കിൽ സ്റ്റെപ്പ് കൂടെ ചെയ്യാൻ കേട്ടോ. sin x sin x sin² x മൈനസ് ഉണ്ട് -sin² x പ്ലസ് cos² x. അപ്പൊ ഇത് ആരായിട്ട് മാറടാ? cos² x മൈനസ് ഇങ്ങനെ വേണമെങ്കിൽ എഴുതി നിർത്താം. ഇതാണ് d/dx. ഓക്കെ, cos² x - sin² x അല്ലേ? ഇങ്ങനെ വേണമെങ്കിൽ അവൻ എന്ത് ചെയ്യാം? അങ്ങ് എഴുതി നിർത്താം. ഓക്കെ, ഇനിയും വേണമെങ്കിൽ എഴുതാം sin² x 1 - cos² x എന്നൊക്കെ എഴുതി എക്സ്പാൻഷൻ ഓഫ് cos 2x എന്നൊക്കെ പറഞ്ഞ് എഴുതാം. വേണ്ട, പ്രൂവ് ആയിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയാൽ മതി. ഇത്രയും മതി. മനസ്സിലായോ? സംശയം ഉണ്ടോ? സിമ്പിൾ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ, ടെക്സ്റ്റിൽ ഒരു വലിയ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയാണ് 2-3 ക്വസ്റ്റ്യനെ എടുത്ത് വന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ആ ക്വസ്റ്റ്യനും കൂടെ കഴിയുമ്പോൾ ഈ പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. അതും കൂടെ ആകുമ്പോൾ ഈ ചാപ്റ്റർ അങ്ങ് തീരും കേട്ടോ. y = cos x³ ഇൻറ്റു sin² x⁵. പ്രോഡക്റ്റ് റൂളാണേ. ഇത്രയും ഫസ്റ്റ് ഫംഗ്ഷൻ ഇത്രയും സെക്കൻഡ് ഫംഗ്ഷൻ സൂക്ഷിച്ചൊക്കെ ആൻസർ പറയണം കേട്ടോ. dy/dx പറ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു cos x³ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഇവന്റെ ഡെറിവേറ്റീവ്. ഇത് 3 ഫംഗ്ഷൻ. ഒന്ന് ഇത് നേരത്തെ പഠിപ്പിച്ചു sin x⁵ the whole square എന്ന് നടക്കണം. മൈൻഡിൽ വരണേ കേട്ടോ. ഇവിടെ ആ സ്ക്വയർ വരുന്നത്. അപ്പൊ ഇവന്റെ ഡെറിവേറ്റീവ് പറ. 2 എടുത്ത് ഫ്രണ്ടിൽ പവർ എന്ന് കുറച്ച് പറ. അപ്പം 2 sin x⁵. ഇനി sin x⁵ ഡെറിവേറ്റീവ് ആരാ? sin ഡെറിവേറ്റീവ് cos. അപ്പൊ ആരാ? cos x⁵.
ഇനി എക്സ് റേസ് ടു 5 ഡെറിവേറ്റീവ് പറ. ആരാ 5 അടുത്ത് ഫ്രണ്ടിലിട്ട് പവർ എന്ന് കുറച്ച് കഴിയുമ്പോൾ 5x റേസ് ടു 4. ഇത്രയും ആകുമ്പോൾ ഇവന്റെ ഡെറിവേറ്റീവ് ആരാ? ആദ്യം 2 അടുത്ത് ഫ്രണ്ടിലിട്ട് പവർ എന്ന് കുറച്ച് എഴുതി 2 sin x റേസ് ടു 5. പിന്നെ sin x റേസ് ടു 5 ഡെറിവേറ്റീവ് ആരാ? cos x റേസ് ടു 5. പിന്നെ x റേസ് ടു 5 ഡെറിവേറ്റീവ് ആരാ? 5x റേസ് ടു 4. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് ആയി പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ആരാ? sin square x raised to 5. Second function into derivative of first cos x cube. Cos വെളിയിൽ cos അകത്ത് x cube. ഇവിടെ ഇല്ല 3, ഇവിടെയാണ് 3. അപ്പോൾ കുഴപ്പമില്ല. cos ഡെറിവേറ്റീവ് മൈനസ് sin. അപ്പോൾ cos x ക്യൂബിന്റെ മൈനസ് sin x ക്യൂബ്. മൈനസ് sin x ക്യൂബ്. തീർന്നില്ല. വെളിയിലുള്ള ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഇൻറ്റു അകത്തുള്ള ഫംഗ്ഷൻ x ക്യൂബ്. x ക്യൂബിന്റെ ഡെറിവേറ്റീവ് ആരാ? 3x സ്ക്വയർ ഇൻറ്റു 3x സ്ക്വയർ. ഇതാണ് ആൻസർ. ഇനി വേണമെങ്കിൽ എന്തെങ്കിലും കോമൺ എടുക്കാനുണ്ടെങ്കിൽ കോമൺ എടുക്കാം, അല്ലെങ്കിൽ ഇത്രയും കിട്ടാൻ മതി. ഈ മൈനസ് നേരെ ഇവിടെ വരുമ്പോൾ പ്ലസ് നെഗറ്റീവായിട്ട് മാറും കേട്ടോ. ഇൻറ്റു അല്ലേ, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആണ്. ആ സ്റ്റെപ്പും കൂടെ എഴുതാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്തിയാലും മതി, മാർക്ക് കിട്ടും. മനസ്സിലായോ? ക്വസ്റ്റ്യൻ പിടി കിട്ടുമോ? ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക, തെറ്റിക്കരുത് കേട്ടോ. ക്ലിയർ? ഇനി വേറെ ക്വസ്റ്റ്യൻ, ടെക്സ്റ്റിലൊരു ക്വസ്റ്റ്യൻ. y equal to കുറച്ച് ടഫായിട്ട് കയറി വരും, നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് തന്നെ വരണം. 2 റൂട്ട് കോസ് എക്സ് സ്ക്വയർ. സംഗതി സിമ്പിളാ. dy/dx. 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്. ഇവിടെ 2 പ്ലസ് എന്ന് പറഞ്ഞെങ്കിൽ 2ന്റെ ഡെറിവേറ്റീവ് 0. ഇവിടെ 2 ഇൻറ്റു എന്നല്ലേ, 2 ഇൻറ്റു ഒരു എക്സിന്റെ ടേം ഉണ്ട്. അപ്പോൾ ആ 2 അങ്ങനെ തന്നെ കിടക്കട്ടെ. ഈ 2 അവിടെ തന്നെ കിടന്നു. ഇവിടെ റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് ആറാ? 1/2 റൂട്ട് എക്സ്. അപ്പൊ റൂട്ട് കോസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആരായിരിക്കും ഇവിടെ? 1/2 റൂട്ട് കോസ് എക്സ് സ്ക്വയർ. മനസ്സിലായോ? റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് d/dx ഓഫ് റൂട്ട് എക്സ് എന്നല്ല, 1/2 റൂട്ട് എക്സ്. റൂട്ട് കോസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/2 റൂട്ട് എക്സിന് പകരം ഇവിടെ ആരാ? കോസ് എക്സ് സ്ക്വയർ. അപ്പൊ റൂട്ടിന്റെ ഡെറിവേറ്റീവ് ആയി. ഇനി കോസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആരാ? കോസിൻ്റെത് മൈനസ് സൈൻ എക്സ്. കോസ് എക്സ് സ്ക്വയറിൻ്റെത് ഇൻറ്റു മൈനസ് സൈൻ എക്സ് സ്ക്വയർ. തീർന്നോ? ഇല്ല, ഇൻറ്റു. ഇനി മാത്രമാണ് ഫംഗ്ഷൻ ആവണ്ട എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x. മനസ്സിലായല്ലോ? ഈ 2 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി കിട്ടുന്നതിനെ ഒന്ന് ഉള്ളി പറക്കി നീറ്റായിട്ടൊക്കെ എഴുതിയാൽ ഈ 2x എടുത്ത് ഫ്രണ്ടിൽ ഇട്ടാൽ എന്ത് വരൂടാ? ഈ 2x എടുത്ത് ഫ്രണ്ടിലിട്ട് മൈനസ് 2x സൈൻ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ റൂട്ട് കോസ് എക്സ് സ്ക്വയർ. അല്ല, കോസ് സ്ക്വയർ എക്സ് എന്നല്ല, എങ്കിൽ നമുക്ക് റൂട്ട് അടിച്ച് കളയായിരുന്നു. ഓക്കെ, ഒന്നും ചെയ്യാതെ ഇങ്ങനെ കിട്ടുന്നാൽ മാത്രം മതി. dy/dx. ക്ലിയർ? ഇത്രയാണ് നിങ്ങൾ എക്സസൈസ് 5.2 പറയുന്നത്. 2 ക്വസ്റ്റ്യങ്ങളുണ്ട്, അത് ലിമിറ്റ് പഠിപ്പിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഞാൻ പിന്നെ എടുത്തുതരും. മനസ്സിലായോ? സംശയം ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഇടുക. ഓക്കെ, അല്ലെങ്കിൽ എന്നെ വാട്സപ്പ് ചെയ്താലും മതി. എപ്പോഴും ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ മൈൻഡിൽ വെക്കുക. എന്താണ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ എന്ന് പറഞ്ഞാൽ? ആദ്യം ഏറ്റവും വെളിയുള്ള ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എടുക്കുക, ഇൻറ്റു അകത്തുള്ള ഫംഗ്ഷൻസ് അങ്ങനെ എടുത്തെടുത്ത് പോവുക. കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ മനസ്സിലാവും. ഓക്കെ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ഇടയാണ്, അടുത്ത ക്ലാസ്സിൽ ഞാൻ ചെയ്ത് കാണിക്കണം കേട്ടോ. y ഈക്വൽ ടു കിട്ടിയില്ലെങ്കിൽ പറഞ്ഞാൽ ഞാൻ ചെയ്തുതരും. സൈൻ ഓഫ് കോസ് എക്സ് സ്ക്വയർ. സൈൻ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ, കോസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് ഡിഫറൻഷിയേറ്റ് ദ ഫോളോയിങ്. ഫൈൻഡ് dy/dx ഓഫ് ദി ഫോളോയിങ്. ഫൈൻഡ് dy/dx ഓഫ് ദി ഫോളോയിങ്. അതാണ് ക്വസ്റ്റ്യൻ. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ? ക്വസ്റ്റ്യൻ എഴുതിയെടുത്തിട്ട് ഹോംവർക്ക് അടുത്ത ക്ലാസ് ചെയ്ത് തന്നെ കാണിക്കണം കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻസാ. കിട്ടിയില്ലെങ്കിൽ പറഞ്ഞാൽ ഞാൻ ചെയ്തുതരും. അടുത്ത് y ഈക്വൽ ടു tan 2x + 3. അടുത്ത് y ഈക്വൽ ടു e⁻√2x. ആദ്യം e⁻ എടുക്കുക, പിന്നെ റൂട്ടിന്റെ എടുക്കുക, പിന്നെ 2x ഡെറിവേറ്റീവ് എടുക്കുക കേട്ടോ. y ഈക്വൽ ടു log √x. ആദ്യം log x എടുക്കുക, പിന്നെ ഇൻറ്റു √x ഡെറിവേറ്റീവ് കൊടുക്കുക. ഓക്കെ, അടുത്ത് y ഈക്വൽ ടു e⁻sec x. ഓക്കെ, അടുത്ത് y ഈക്വൽ ടു log of tan √x. ആദ്യം ലോഗിന്റെ ഡെറിവേറ്റീവ് എടുക്കും, 1/tan √, പിന്നെ ടാൻ്റെ, പിന്നെ √x. ഇത്രയും ചെയ്യുക കേട്ടോ. 5 ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരണേ.
കേട്ടോ, തെറ്റിക്കരുത്. ചെയ്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്താൽ കേട്ടോ, ഞാൻ കറക്റ്റ് ചെയ്ത് തരാം, ആർക്കായാലും കറക്റ്റ് ചെയ്ത് തരാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു എക്സസൈസ് കംപ്ലീറ്റ് 5.2 കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ അടുത്ത് കുറച്ചും കൂടെ ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റും എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കും. ഓക്കെ, ഓരോ ക്ലാസ്സും നിങ്ങൾ പഠിച്ച് വരുമ്പോൾ കുറച്ചും കൂടെ ടഫായിട്ട് വരും ചാപ്റ്റർ. അപ്പോൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ ഈസി ആയിട്ട് മാറും. ഓക്കെ, ചാപ്റ്റർ നമ്മൾ സിമ്പിൾ അല്ലേ, നമ്മൾ +2 ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പം കുറച്ച് കൂടിയ ടോപ്പിക് നമ്മൾ പഠിച്ച് വരും. ഓട്ടോമാറ്റിക്കായിട്ട് ഡിഫറൻസിയേഷൻ പഠിച്ച് വരും. ഉറപ്പാണ്, നിങ്ങൾ 2 സെക്ഷനുകൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കും കേട്ടോ. ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും. അപ്പോൾ എന്നോട് നിങ്ങൾ ചോദിക്കും, അപ്പോൾ ഞാൻ പറഞ്ഞുതരും. ഇതിപ്പോ ഈ ഒരു വീഡിയോ ചെയ്തിട്ട് പറഞ്ഞാൽ ഒറ്റയടി നോക്കുന്നത് മനസ്സിലാവില്ല. നിങ്ങൾ ഇത് വർക്കൗട്ട് ചെയ്യും, ഇത് കഴിഞ്ഞ് അടുത്ത സെക്ഷൻ പഠിക്കും. അങ്ങനെ സെക്ഷൻ പഠിച്ച് പോകുമ്പോൾ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ പച്ച വെള്ളം പോലെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ